ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മിറ്റമൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. നല്ലപോലെ കരിയിലുണ്ട്. ആരും എണീറ്റിട്ടില്ല. ചേട്ടൻ രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പോയി. ഇന്ന് കണ്ണന് ട്യൂഷനൊക്കെ തുടങ്ങുവാണ്. രാവിലെ തൊട്ട് ഇനി അതിനോടുള്ള ബഹളമായിരിക്കും. അവൻ്റെ ഇനി എന്നും അവനെ വിളിച്ചെണീപ്പിച്ച് വിടുന്നതിൻ്റെ. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ മാസം പോകണോ, ഞാൻ അടുത്ത മാസം തൊട്ട് പോയാൽ പോരെ. പറ്റത്തില്ല, ഈ മാസം തന്നെ നീ പോകണമെന്ന് പറഞ്ഞു. ഇപ്പം 2 ദിവസമായി മുറ്റമൊക്കെ തൂത്തിട്ട് കേട്ടോ. പിടി കരിയിലയും ഇഷ്ടം പോലെ കരിയിലുണ്ട്. നല്ല കാറ്റാണ്. അതുപോലെ മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ചെടിച്ചട്ടി ഇരിക്കുന്ന ചെടിക്കൊന്നും അങ്ങനെ വലിയ വെള്ളം കിട്ടുന്നില്ലെന്ന്. ഇതുണ്ട് വാടി നിൽക്കുന്നുണ്ട്. ഇലയൊക്കെ കണ്ടോ, ശരിക്കും വാടിയാണ് നിൽക്കുന്നത് ഇതൊക്കെ. ഇതിനൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണം. ഇന്നലെ വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പെയ്തങ്ങ് പോയതേ ഉള്ളൂ. ഇത് കണ്ടോ, ശരിക്കും വാടി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇനി മുറ്റമൊക്കെ തൂത്തിട്ട് വീഡിയോയിലൂടെ കാണാമേ. മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞു. ഇനി കുറേ ചെടിയുടെ കമ്പൊക്കെ മുറിച്ച് കളയാനുണ്ട് കേട്ടോ. കമ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ റോസയൊക്കെ പൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുക. അത് നമ്മൾ വെട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു മുരടിച്ച മാതിരി കിളുത്ത് വരും. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം. ഇതുണ്ട് മാവേലെ മാങ്ങ എല്ലാം ഇങ്ങനെ പോവുക. ഇന്ന് രാവിലെ ചപ്പാത്തി, കട്ടി ചപ്പാത്തി ഇല്ലേ, അതും പിന്നെ ചിക്കൻ ഇച്ചിരി വറുക്കാനിരിപ്പുണ്ട്. അതും പിന്നെ മയണൈസും, 2 മുട്ടയും ഒരിച്ചിരി കടുകും പിന്നെ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനി നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. ഇതിലേക്ക് ഇനി വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കുകയും ചെയ്യത്തില്ല. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തേച്ച് ആവശ്യത്തിനനുസരിച്ച് കുറുക്കം വേണമെങ്കിൽ വീണ്ടും അടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്നും കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇതുണ്ട്, ഇച്ചിരി കൂടെ തിക്കാണ്. ഇവർക്ക് നല്ലപോലെ തിക്കായിട്ടുള്ളതാണ് ഇഷ്ടം. ഇതുണ്ട്, എണ്ണ കൂടുന്തോറും ഇത് തിക്കായി വരും കേട്ടോ. ഇത്രയും മതി. ഇനി ഇത് മധുരം വേണ്ടാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം. മധുരം ചേർക്കേണ്ടവർക്ക് ഇച്ചിരി പഞ്ചസാര കൂടെ ചേർത്ത്, ഇവിടെ മധുരം ചേർക്കുന്നവർക്ക് ഇഷ്ടം. ഇനി ഇച്ചിരി പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയണൈസ് റെഡിയായി. കണ്ണ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് നിന്റെ പാത്രം ഇങ്ങനെ നീക്കി പിടിച്ചോടാ പാത്രം പോവല്ലോ. അച്ഛൻ്റെ പാത്രത്തിൽ മയണൈസ് ഇട്ടു. അങ്ങനെയാണോ എടി? ആ, രണ്ടുപേർക്കും ഒരുപോലെ ഞാനെല്ലാം ചെയ്തു തരുന്നു കേട്ടോ. പിന്നെ ഒരുമാതിരി ഇങ്ങനത്തെ വർത്താനം കൂടെ പറയാം. ആ, കണ്ണമ്മന് സ്നേഹം കൂടുതൽ. കണ്ണമ്മൻ്റെ വിളിച്ചിട്ടുണ്ട്. കാപ്പൊടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തുണി വിരിക്കാണ്ട് കയറിയിട്ട് കാപ്പൊടിയൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും രാവിലെ എങ്ങാണ്ടെന്ന്. രാവിലെ ഒന്നും അല്ല, നീ 11 മണിയൊക്കെ കഴിഞ്ഞ് 11:30 ആയി കഴിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ കണ്ണനോടെ ഒന്നിച്ച് കഴിക്കാമെന്നുള്ളതിൽ ഇരുന്നാണ്. അതുകൊണ്ടാണ് അത്രയും താമസിച്ചത്. അപ്പോൾ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെയും കുറേ നേരം ഒന്ന് TV ഒക്കെ കണ്ട് വർത്താനൊക്കെ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞ് വെച്ച് പിന്നെയും തുണി കഴിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിക്കാണ്ട് കയറി വന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നിന്ന് പുഴുങ്ങുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ചുറ്റിനും ഇങ്ങനെ അടച്ചു കെട്ടി എന്നിട്ട് ഈ ഷീറ്റിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് താഴ്ത്തിറങ്ങുന്നുണ്ട്. പിന്നെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ, ഇങ്ങോട്ട് ഇട്ടാൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് വിരിച്ചെല്ലാം ഇടണം. പിന്നെ കണ്ണൻ്റെ റൂമിൽ നിന്ന് ഒരു കമ്പിളിപ്പതപ്പുണ്ട്. ഈ ഉണക്ക സമയത്തുണ്ടല്ലോ പുള്ളിക്ക് അത് കട്ടിലേ വേണം, എന്നാലും ഉറക്കം വരുവുള്ളൂ. നീ അവനോട് ഞാൻ പറയും മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നിനക്ക് ഞാൻ തരാം, ഇത് കഴുകിയെടുത്ത് മടക്കി വെക്കട്ടെ. അത് കഴുകി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അവൻ പിന്നെ എടുത്തുകൊണ്ട് പോകും. ഞാൻ പറഞ്ഞു ഇനി ഇത് എടുക്കാനൊക്കത്തില്ല, മടക്കിയെടുത്ത് വെക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതും കൂടെ കഴുകാൻ എടുത്തിരുന്നിട്ടുണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് വിരിച്ചിടണം. പിന്നെ കുറേ പഴയ തുണിയൊക്കെ ആണെങ്കിൽ കുത്തു വിട്ടിട്ടുണ്ട്. തയ്ച്ചതെല്ലാം അങ്ങ് കുത്തുപോയതും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇനി ഒന്ന് തയ്ച്ചെടുക്കണം കുറേ. പിന്നെ അല്ലാതെ 2 തലയിണക്കവറൊക്കെ തയ്ക്കണം. അങ്ങനെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട്. എൻ്റെ മെഷീൻ എന്ന് പറഞ്ഞാൽ പഴയ മെഷീനാണ് കേട്ടോ, ഒത്തിരി പഴയതാണ്. പക്ഷേ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ
ചവിട്ടി തയ്ക്കുമ്പോഴത്തേക്ക് കടപിട കിടാന്നൊക്കെയുള്ള സൗണ്ടൊക്കെ കേൾക്കും. എന്നാലും ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം മാറി മേടിക്കാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. ചില സാധനങ്ങളോട് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ ആ മെഷീനിൽ ഇനി തയ്ച്ചൊക്കെ എടുക്കാൻ തുടങ്ങുവാണ്. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ മെഷീൻ. പഴയ മെഷീനാണെങ്കിലും ഉണ്ടല്ലോ എനിക്കിത് ഇഷ്ടമാണ്. ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടത്തെയൊക്കെ ഞാൻ ഊരിക്കളഞ്ഞു കേട്ടോ. ഇതിവിടെയൊക്കെ നമ്മുടെ ആ നൂലൊക്കെ ഇങ്ങനെ ചുറ്റുന്നതിൻ്റെ, അതിൻ്റെ ഈ സംഭവത്തെ ചുറ്റുന്നതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് ഊരിയൊക്കെ കളഞ്ഞു. ഇനി ഇതെല്ലാം ഈ പഴയ കുറേ നൂലിരിപ്പുണ്ടേ. അപ്പോൾ ആ നൂലെല്ലാം ഇതിനകത്തോട്ടൊന്ന് ഇതുണ്ട് ഈർക്കിലിക്കകത്തോട്ട് ഇതിങ്ങനെ കയറ്റിയിട്ടേച്ചാണ് ഇങ്ങനെ ഇതിലോട്ട് വെച്ചാണ് ചുറ്റി 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 എടുക്കുന്നത്. ഇതിങ്ങനെ കറക്കുമ്പോഴത്തേക്ക് അതിലോട്ട് കറക്കി ചുറ്റി എടുക്കും, അങ്ങനെ എടുക്കുന്നത്. അപ്പം നൂല് എല്ലാം ഒന്ന് ചുറ്റിയൊക്കെ എടുക്കട്ടെ. അപ്പം ഞാൻ തയ്ക്കാനായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇനി ഇത് നൂലെല്ലാം ഒന്ന് ചുറ്റി എടുക്കണം. അപ്പം ഇത് ഞാൻ ഒരു ഡബിൾ കോട്ട വിരിക്കാൻ വേണ്ടി മേടിച്ച ഷീറ്റായിരുന്നു കേട്ടോ. ഈ ഷീറ്റ് മേടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അന്നേരം വിരിച്ചപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. വിരിച്ച് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അല്ല ഒറ്റ വാശ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് സിംഗിളെ പോലും വിരിക്കാൻ പറ്റാത്ത ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കുറേ തലയണ കവറൊക്കെ തയ്ച്ചു. ഇനി ഇത് ഇത്രയും കൂടെ ഉണ്ട്, അതും കൂടെ തയ്ക്കണം. പിന്നെ കുറേ കുത്തുവിട്ട തുണികളുണ്ട്, അത് തയ്ക്കണം. അങ്ങനെ കുറച്ച് തയ്യലും കാര്യങ്ങളൊക്കെ. ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ രാവിലത്തെ കാപ്പ് കുടിച്ചതിൻ്റെ ക്ഷീണമൊന്നും ആർക്കും മാറിയിട്ടില്ല. എല്ലാവർക്കും വിശപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അരി അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ദോശയ്ക്ക്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി സാമ്പാറും കൂടെ വെച്ചാൽ വൈകിട്ട് അത് മതി. പിന്നെ രാവിലത്തേനും കൂടെ അതിനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച സാമ്പാർ. അതുകൊണ്ട് വൈകിട്ടത്തേക്കേ ഉള്ളൂ ഇനി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ ജിൻസിയുടെ കാര്യം പറയാനായിട്ടാണ് വന്നത്. നമ്മുടെ സബ്സ്ക്രൈബറാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ജിൻസി എന്നോട് ചോദിച്ചു, ചേച്ചി ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചു. ഞാൻ ക്രിസ്ത്യനാണ് കേട്ടോ, ഹിന്ദുവാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകും, അമ്പലത്തിലും പോകും, എല്ലാം ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഇതായിട്ടൊന്നുമല്ല, സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ചോദിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജിൻസി പറഞ്ഞു, ചേച്ചി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ചോദിച്ചോ, യാതൊരു പ്രശ്നമില്ല. നമ്മളോട് ആരെന്നാ വെച്ചാൽ നമ്മൾ മറുപടി തരും. പിന്നെ എന്നാന്ന് വെച്ചാൽ ചിലതൊക്കെ നമുക്ക് സങ്കടം വെച്ചാൽ ഈ ആദ്യമായിട്ടൊക്കെ ചിലർ കാണാൻ പറ്റും നമ്മുടെ വീഡിയോ. വന്നിട്ടുണ്ടല്ലോ ഫുള്ള് നെഗറ്റീവ് അടിച്ചെങ്ങ് പോകും. നമ്മുടെ ഉള്ള മൂഡ് മൊത്തം പോകും. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ച് അവർ നെഗറ്റീവ് അടിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അന്നേരം നമുക്കങ്ങ് വിഷമമായിപ്പോൾ. അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം അതും അങ്ങനെ വലിയ മൈൻഡ് കൊടുക്കാറില്ല. അങ്ങനെയൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വെക്കും. പിന്നെ നമ്മുടെ ശിവാനി ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ശിവാനി ഈസ്റ്ററൊക്കെ ആയിക്കൊണ്ട് ആഘോഷങ്ങളൊക്കെയാണോ കാണുന്നൊന്നുമില്ല. ശിവാനി തന്നെ ഷീബ കാണുന്നില്ല. ദൈവകുട്ടിയുടെ ഒരു വിവരവും ഇല്ല. അപ്പം ഞാൻ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. ഇപ്പം ഇതേട്ടാ ഇന്നലെ ഞാൻ മേടിച്ച ക്യൂടെക്സ് ആണ്. നല്ല കളറാണ്, ഒരു ഇടിവെട്ട് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ക്യൂടെക്സ് ഒക്കെ വേണമെങ്കിൽ ജിത വരണം. അവൾ വരുമ്പോഴാണെങ്കിൽ നല്ല അടിപൊളി ക്യൂടെക്സ് ഒക്കെ വരുന്നത്. അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് 2-4 കുപ്പി ക്യൂടെക്സ് കൊണ്ടുവന്നിരുന്നു. അതായിരുന്നു കഴിഞ്ഞിടയ്ക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് മേടിക്കുന്നതൊന്നും തൃപ്തിയാകത്തില്ലായിരുന്നു. അവൾ കൊണ്ടുവന്നത് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കളറൊക്കെ. അതായിരുന്നു കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി ജിതുമോൾ വരണം. ജിതുമോളും അന്തോനിച്ചനും ഷൈബും എല്ലാവരും കൂടി ഇനി അവധിക്ക് വരണം. ജൂലൈ വരും അവർ വരുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തില്ല കേട്ടോ. കൊച്ച് അന്തോനിച്ചനാണെങ്കിൽ മലയാളം ഒന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. പറയുന്നത് മനസ്സിലാകും, പക്ഷെ തിരിച്ചിങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഈ മലയാളം അറിയാൻ മേലാത്തൊരു സംസാരിക്കുകയല്ലേ, അങ്ങനെയാണ് സംസാരിക്കുന്നതെന്നുള്ളൂ. പക്ഷെ നല്ല സന്തോഷമാണ്. അവൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് വരുന്നതെന്നുള്ളതിൽ. അങ്ങനെ ഷൈബും ജിതുമോളൊക്കെ വരുന്നതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ വരുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ലിജ വരുന്നുണ്ട്, അവനും അവധിക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒക്കെ അവധിക്കൊക്കെ വരുന്നതിൻ്റെയും ഒക്കെ. അതാണ് കഴിഞ്ഞ ദിവസം മേമ എടുത്ത് പോയപ്പോഴത്തേക്കും ഞാൻ ജോയ്സ് പറഞ്ഞത് എല്ലാവരും വരുന്നതിൻ്റെയൊക്കെ സന്തോഷമാണ്. ഞാൻ ചെയ്തോട് പറഞ്ഞു, എടി ഭയങ്കര ചൂടാണ് നാട്ടിൽ, മിക്കവാറും നീ വരുന്ന സമയത്ത് വല്ല വെള്ളപ്പൊക്കമായിരിക്കും നമ്മൾ പറഞ്ഞു. എങ്ങോട്ടും പോകാൻ പറ്റാതെ വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ധോനിച്ചിലും ജിതുമോളൊക്കെ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ്. പിന്നെ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറായ, സ്ഥിരമല്ല കേട്ടോ, നമ്മുടെ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബറാണ് ശ്രീദേവി പിള്ളേ എന്ന് പറഞ്ഞാൽ. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ ചേച്ചി എന്ന് വിളിക്കുകയാണ്, ഒരു ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന കേട്ടോ. അപ്പം നമ്മുടെ ജയചേച്ചിയുടെ വീഡിയോ കണ്ടു വന്നാണ്. ജയചേച്ചിയുടെ വീഡിയോയിൽ എൻ്റെ പേര് പറയുന്ന കേട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കട്ട സപ്പോർട്ടാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് ജയചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റൊരു ചാനലിനെ, ചേച്ചിയുടെ ചാനലിനകത്ത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു മടിയില്ലാത്തൊരു വ്യക്തിയാണ് ജയചേച്ചി. അങ്ങനെ ജയചേച്ചിയുടെ ഇതിലൂടെ വന്നാണ്. എനിക്ക് ആ സമയത്ത് ജയചേച്ചി എൻ്റെ ചാനലിനെ പറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് അന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പം ശ്രീദേവി ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്നതിന്. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ. പിന്നെ ശിവാനിയെ കാണുന്നില്ല. ശിവാനി ഒന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് എങ്കിലും ഇടണം കേട്ടോ. അപ്പം നമുക്ക്
ഇനി തയ്ക്കാനൊക്കെ തുടങ്ങുവാണ്. ഇത് തയ്ച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് കുറച്ചും കൂടെ പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വൈകിട്ടത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ. വെള്ളനൂല് ഞാൻ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ. വേണ്ടത് ഫുള്ള് അത് സെറ്റാക്കി വെച്ച്. ഇനി പച്ച, ഇതൊന്നും പ്രത്യേകിച്ച് ഇതിന് ആവശ്യമില്ല കേട്ടോ. പിന്നെ അങ്ങ് വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്നേലൊക്കെ ഒന്ന് കീറി എടുത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇതിനകത്തോട്ടിട്ട് ഇനി തയ്ക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് അങ്ങ് പോയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഇതെല്ലാം ഒന്ന് ചുറ്റി എടുത്തിട്ട് ഇങ്ങനെ മിഷീൻ്റെ സൗണ്ട് ഒന്നും കേട്ടൊന്നും വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഏതാണ്ടൊക്കെ ഊരി കിടക്കും. അതാ കട 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 കടാന്നുള്ള സൗണ്ട്. പിന്നെ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിക്കേണ്ട സമയമായി. എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാകും. അപ്പോൾ ഈ നൂലും അങ്ങനെ എടുത്തു. ഇനി ബാക്കിയുള്ള നൂലും കൂടെ എനിക്കിങ്ങനെ ഒന്ന് ചുറ്റി എടുക്കട്ടെ. ഇത് കണ്ടോ, മുടിയൊക്കെ വാരി കെട്ടി വെച്ചെന്നേ ചൂടൊക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര പോയച്ചിൽ. ഷോളും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആ ഷീറ്റിൽ നിന്ന് 2 തലയിണ കവർ തയ്ച്ചു കേട്ടോ. ഇങ്ങനെ 2 തലയിണ കവർ തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇത് വരണം 2 സെയിം, വലിയ വർക്കൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ സാധാരണ രീതിക്കൊക്കെ തന്നെയാണ് തയ്ച്ചെടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ വിജി ഒരു കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ. ജീനയ്ക്ക് മതവും ഒന്നുമില്ല, ജീനയ്ക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള സത്യം വിജി പറഞ്ഞിട്ടും. എനിക്കങ്ങനെ ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഇന്ന മതമൊന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ദൈവത്തിൽ നല്ല വിശ്വാസമാണ്. പിന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയത്തില്ലേ, അങ്ങനൊരു ചിന്താഗതിയാണ് എനിക്കും. സത്യമാണ്. പിന്നെ എന്നാണ് ബാക്കി ഇനി കുറച്ചുകൂടെ തയ്ക്കാണ്ട്. കുറച്ചുകൂടെ തയ്ക്കാൻ തന്നതുണ്ട്. അച്ഛൻ്റെ ഒരു ഫുൾ പാവാടയായിരുന്നു. ഇത് വലിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടാണ്ടല്ലോ ദേഷ്യം വരുമായിരുന്നു എനിക്ക്. ഞാനത് എടുത്ത് 2ആയിട്ട് ഇങ്ങനെ ഇത് മുറിച്ച് വെച്ച് ഇനി ഇത് തയ്ക്കണം. തയ്ച്ച് വെച്ച് ഇത് എൻ്റെ അടിവശം ഇവിടെ ഇത് അടിവശം. അപ്പോൾ ഇതും തയ്ച്ച് ഇതിനകത്ത് കുറച്ച് ഒരു ഇച്ചിരി എലാസ്റ്റിക് ഇട്ട് കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് വീട്ടിൽ ഇടാനായിട്ട് പറ്റും. അപ്പം അതിന് ഇതൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇനി എലാസ്റ്റിക് തപ്പിയെടുക്കണം. അതും കൂടെ ഒക്കെ ചെയ്തിച്ച് ഇനി പതിയെ മുറ്റത്തോട്ട് ഇറങ്ങുവാണ്. തുണിയെല്ലാം കഴുകി തീരാറായി. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. തുണി കഴുകിച്ച് എല്ലാം. അതുകൊണ്ടാണ് കൂടുതലും തയ്ക്കാൻ വന്നത്. തയ്യലിൻ്റെ കൂടെ തന്നെ തുണി കഴുകിച്ച് മെഷീനകത്ത് തുണി എഴുതി വിരിച്ചിടാനും പറ്റും. എല്ലാം അതും ഒരു സൈഡിൽ കൂടെ നടക്കും. അപ്പം ഇനി നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലൂടെ കാണാമേ. വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ അടുത്തൊരു വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ സീസൺ ആണല്ലോ. അപ്പോൾ അവിടം വരെ ഒന്ന് പോയി. ഞാൻ, മണിയമ്മ, അമല, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഒക്കെ ഒന്ന് പോയിട്ട് വന്നതിന് ശേഷം വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. വൈകിട്ടത്തേക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ സാമ്പാർ വെക്കാനാണ്. എനിക്ക് സാമ്പാറിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെ ഈ പയർ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അമരപ്പയറെന്ന് പറയത്തില്ലേ, സാമ്പാറിനകത്ത് ഈ പയറിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പയറുള്ളത് മുഴുവൻ ഞാൻ സാമ്പാറിനകത്ത് ഇടും എപ്പോൾ വെച്ചാലും. പിന്നെ ഒത്തിരിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ തോരൻ വെക്കും കുറച്ച്. ഇതും വൻപയറും കൂടി ഇട്ട് തോരൻ വെക്കാൻ നല്ലതാണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ സാമ്പാറിനകത്തിനുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനെല്ലാം അരിഞ്ഞെടുത്ത് വയ്ക്കുന്നത് ഞാൻ കുറച്ച് പയറും ക്യാരറ്റും ഒക്കെ ഇതിനകത്തോട്ടൊക്കെ ഇട്ടു. ഇനി ബാക്കിയെല്ലാം അരിഞ്ഞൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം സാമ്പാർ റെഡിയാക്കി വെച്ച് വേണം ദോശ ഉണ്ടാക്കാനായിട്ട്. മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കലും നടന്നില്ല കേട്ടോ. അന്നേരം മണിയമ്മ വിളിച്ച് തന്നെ കല്യാണ വീട്ടിൽ പോകേണ്ടതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയായിരുന്നു കേട്ടോ. മണിയമ്മ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പിന്നെ അവിടെയൊക്കെ പോയിട്ട് വന്നിച്ച് പിന്നെ കറിയൊക്കെ വെച്ചു. പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഒത്തിരി യാത്ര കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയിലേക്ക് ദോശയും സാമ്പാറൊക്കെ ആയിരുന്നത്. പിന്നെ ചേട്ടൻ കണ്ണന് വെച്ചിനൊക്കെ പൊറോട്ടയും ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊറോട്ടയും ദോശയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളും കിടന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.